പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രധാനമായിട്ടും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളും മറ്റ് സാഹിത്യകാരന്മാരും ഇന്ത്യൻ ജനതകൾക്കിടയിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുവാനായിട്ട്, ദേശീയത പ്രചരിപ്പിക്കുവാനായിട്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് എഴുതപ്പെട്ട പ്രധാന കൃതികളാണ്. ഇന്നേ ദിവസം നമ്മൾ പഠിച്ചുറപ്പിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കല, പ്രധാനമായും ചിത്രകലയും സാംസ്കാരികം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ പുരോഗതിയുമാണ്. കൂടാതെ പത്രമാധ്യമങ്ങളും. ആരംഭിച്ചാലോ? യെസ്. നമുക്ക് തുടങ്ങാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കലാ സാംസ്കാരികം പ്രധാനമായും പഠിക്കുന്നത് ചിത്രകലയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉന്നമനവും, അതായത് ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയൊക്കെ. തുടർന്ന് ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളും സ്ഥാപകരും. കേട്ടോ, തുടങ്ങിയാലോ? നന്ദലാൽ ബോസിനെ കുറിച്ച്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട ചിത്രീകരിച്ചു എന്നതുകൊണ്ടാണ് നന്ദലാൽ ബോസിനെ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന് വിളിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട മാത്രമാണോ നന്ദലാൽ ബോസ് ചിത്രീകരിച്ചത്? എന്നാൽ ഉത്തരം അല്ല എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ പാർട്ടും ആരംഭിക്കുമ്പോൾ അവിടെ പ്രത്യേക ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. ആ ചിത്രങ്ങൾ 22 ചിത്രങ്ങളുണ്ട്, 22 പാർട്ടില്. ആ ചിത്രങ്ങൾ ആലേഖനം ചെയ്തത് നന്ദലാൽ ബോസും അദ്ദേഹത്തിന്റെ ചിത്രകലാ വിദ്യാലയത്തിലെ അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് നന്ദലാൽ ബോസിന്. അപ്പോൾ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നന്ദലാൽ ബോസാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പുറം ചട്ട ചിത്രീകരിച്ചു. കയ്യെഴുത്തായിട്ടാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന ചിത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പ്രധാന ചിത്രങ്ങൾ നോക്കി. ഗ്രാമീണ ചെണ്ടക്കാരൻ. PSC ഒട്ടനവധി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാര്? നന്ദലാൽ ബോസ്. മറ്റ് ചിത്രങ്ങളോട് നമുക്ക് നോക്കി വയ്ക്കാം. ഗാന്ധാരി ഇൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമ്മയുടെ തപസ്യ എന്നൊക്കെയാ ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരി ഇൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമ്മയുടെ തപസ്യ. PSC ഈ ഗ്രാമീണ ചെണ്ടക്കാരന് ഒരുപാട് തവണ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ ചോദിച്ച രണ്ടാമത്തെ ഘട്ടമായി നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച മറ്റൊരു ചോദ്യമാണ് കാളകൂട വിഷം കുടിക്കുന്ന ശിവൻ എന്ന ചിത്രം വരച്ചതാര്? നന്ദലാൽ ബോസ്. രാധയുടെ വിഹാരം, ദണ്ഡി മാർച്ച് എന്നീ പ്രശസ്ത ചിത്രങ്ങളും ആരുടെ സംഭാവന തന്നെയാണ്? നന്ദലാൽ ബോസിന്റെ. അപ്പോൾ നന്ദലാൽ ബോസിന്റെ പ്രശസ്ത ചിത്രങ്ങൾ എന്തൊക്കെ? ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരി ഇൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമയുടെ തപസ്യ, കാളകുട വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, ദണ്ഡി മാർച്ച് എന്നിവ. സെറ്റാണേ, മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. ഗഡ്. അടുത്ത് നമ്മൾ പറയുന്നു MF ഹുസൈനെ കുറിച്ച്. MF ഹുസൈനെ ഇന്ത്യൻ പിക്കാസോ എന്നാണ് വിളിക്കുക. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നതും MF ഹുസൈൻ തന്നെ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ നമുക്ക് നോക്കാം. നഗ്നയായ ദ്രൗപദി, മദർ തെരേസ, ഗജഗാമിനി, മദർ ഇന്ത്യ. ഇതിൽ ഗജഗാമിനിയും മദർ ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചത്. പിന്നെ ശിവനടരാജ്, വിശ്വാമിത്ര. ഓക്കെ അല്ലേ? മറക്കരുത്. പ്രധാനപ്പെട്ട 6 ചിത്രങ്ങൾ നമ്മൾ പറഞ്ഞു. നഗ്നയായ ദ്രൗപദി, മദർ തെരേസ, ഗജഗാമിനി, മദർ ഇന്ത്യ, ശിവനടരാജ്, വിശ്വാമിത്ര. 2010 ഖത്തർ പൗരത്വം സ്വീകരിച്ചു. ഇന്ത്യൻ പൗരനായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ 2010 ഖത്തർ പൗരത്വം സ്വീകരിച്ചു. ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ലണ്ടനിലെ ബ്രൂഗുഡ് സെമിത്തേരിയിലാണ്. ബ്രൂഗുഡിലാണ് കേട്ടോ. ലണ്ടനിലെ ബ്രൂഗുഡാണ്. അപ്പൊ MF ഹുസൈനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇന്ത്യൻ പിക്കാസോ എന്ന് വിളിക്കുന്നു. കൂടാതെ നഗ്നപാതനായ ചിത്രകാരനെന്നും. പ്രശസ്തമായ ചിത്രങ്ങൾ നഗ്നയായ ദ്രൗപദി, മദർ തെരേസ, ഗജഗാമിനി, മദർ ഇന്ത്യ, ശിവനടരാജ്, വിശ്വാമിത്ര എന്നിവ. 2010 ഖത്തർ പൗരത്വം സ്വീകരിക്കുകയും പിൽക്കാലത്ത് ലണ്ടനിൽ വെച്ച് മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചത് ലണ്ടനിലെ ബ്രൂക്ക്വുഡിലുമാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞേ. ആരൊക്കെ? യെസ്, നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പ്രധാനമായും ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട ചിത്രീകരിച്ച അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധാരി ഇൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമയുടെ തപസ്യ, കാളകുട വിഷം കുടിക്കുന്ന ശിവൻ,
രാധയുടെ വിഹാരം, ദണ്ഡി മാർച്ച് എന്നിവ. എം.എഫ്. ഹുസൈൻ, വിശേഷണം ഇന്ത്യൻ പിക്കാസോ. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് എം.എഫ്. ഹുസൈനാണ്. നഗ്നയായ ദ്രൗപദി, മദർ തെരേസ, ഗജഗാമിനി, മദർ ഇന്ത്യ, ശിവൻ നടരാജ്, വിശ്വാമിത്ര എന്നിവയും എം.എഫ്. ഹുസൈന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. 2010 ഖത്തർ പൗരത്വം സ്വീകരിച്ചു. പിൽക്കാലത്ത് ലണ്ടനിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അല്ലെങ്കിൽ മൃതശരീരം സംസ്കരിച്ചിരിക്കുന്നത് ലണ്ടനിലെ ബ്രൂക്ക്വുഡിലാണ്. ഓക്കെ, അടുത്ത് പറയുന്നു അമൃത ഷെർഗിൽ. ഹംഗറിയിൽ ജനിച്ച ഇന്ത്യൻ ചിത്രകാരി. പ്രശസ്തമായ ചിത്രങ്ങള് ഗ്രാമീണ ജീവിതം. സ്ഥിരം PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണെങ്കിൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ് കേട്ടോ. ഗ്രാമീണ ജീവിതം, എൻ ഗ്രീൻ പൂൾസ്. ഇനി ആനയെക്കുറിച്ചാണ് അടുത്ത ഒരു 3 പുസ്തകങ്ങൾ, 3 രചനകൾ കേട്ടോ. ഈ 3 ചിത്രങ്ങൾ എന്തൊക്കെയാണ്? റെഡ് ക്ലേ എലിഫന്റ്, ടു എലിഫന്റ്, എലിഫന്റ് ബാത്തിങ്. റെഡ് ക്ലേ എലിഫന്റ്, ടു എലിഫന്റ്, എലിഫന്റ് ബാത്തിങ്. സ്റ്റോറി ടെല്ലർ, ഗ്രൂപ്പ് ഓഫ് ട്രിഗേഴ്സ്, വധുവിന്റെ ചമയൻ, ബ്രഹ്മചാരി. അമൃത ഷെർഗിലിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും PSC അമൃത ഷെർഗിലിന്റെ ഒരു ഗ്രാമീണ ജീവിതം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഗ്രാമീണ ജീവിതം, എൻ ഗ്രീൻ പൂൾസ്, റെഡ് ക്ലേ എലിഫന്റ്, ടു എലിഫന്റ്, എലിഫന്റ് ബാത്തിങ്, സ്റ്റോറി ടെല്ലർ, ഗ്രൂപ്പ് ഓഫ് ത്രീ ഗേൾസ്, വധുവിന്റെ സമയം, ബ്രഹ്മചാരി എന്നിവ. മറക്കില്ലാലോ. അടുത്ത് പറയുന്നു ജെമിനി റോയിയെ കുറിച്ച്. മറ്റൊരു പ്രശസ്ത ചിത്രകാരൻ. ജെമിനി റോയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ നോക്കിയേ. കാളിഹട്ട്, മദർ ആൻഡ് ചൈൽഡ്. PSC ജെമിനി റോയുടെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചത് മദർ ആൻഡ് ദി ചൈൽഡ് എന്ന ചിത്രമാണ്. സാന്താൾ ഗേൾ, ഗോപിനി, വാരിയർ കിങ്, കാറ്റ് ആൻഡ് ദി ലോബ്സ്റ്റർ. കാളിഹട്ട്, മദർ ആൻഡ് ദി ചൈൽഡ്, സാന്താൾ ഗേൾ, ഗോപിനി, വാരിയർ കിങ്, കാറ്റ് ആൻഡ് ദി ലോബ്സ്റ്റർ. ഇനി മറ്റൊരു പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും ചിത്രകാരനുമാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം വരച്ച ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് ഭാരത് മാത. അഭിനീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വരച്ച ഭാരത് മാത എന്ന ചിത്രമാണ് ഇപ്പോഴും നാം സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് അതും PSC ഒട്ടനവധി തവണ ആവർത്തിച്ച ചോദ്യമാണ്. കൽക്കട്ടയില് ഇന്ത്യൻ ചിത്രകലയുടെ പ്രചാരത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു കേട്ടോ. 1907 വർഷം വേണമെന്നില്ല. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രമാണെന്ത്? ഭാരത് മാത. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. ജെമിനി റോയിയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ: കാളിഹട്ട്, മദർ ആൻഡ് ദി ചൈൽഡ്, സാന്താൾ ഗേൾ, ഗോപിനി, വാരിയർ കിങ്, കാറ്റ് ആൻഡ് ദി ലോബ്സ്റ്റർ. അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ ചിത്രം ഭാരത് മാത. കൽക്കട്ടയില് ഇന്ത്യൻ ചിത്രകലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ തന്നെ. തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് ഒന്നുകൂടെ വിഷൻ ചെയ്താലോ. അമൃത ഷെർഗിലിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ: ഗ്രാമീണ ജീവിതം, എൻ ഗ്രീൻ പൂൾസ്, റെഡ് ക്ലേ എലിഫന്റ്, ടു എലിഫന്റ്, എലിഫന്റ് ബാത്തിങ്, സ്റ്റോറി ടെല്ലർ, ഗ്രൂപ്പ് ഓഫ് ത്രീ ഗേൾസ്, വധുവിന്റെ സമയം, പിന്നെ ബ്രഹ്മചാരി. ഹംഗറിയിൽ ജനിച്ച ഇന്ത്യൻ ചിത്രകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുതേ അമൃത ഷെർഗിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ജെമിനി റോയ്. പ്രശസ്തമായ ചിത്രങ്ങൾ: കാളിഘട്ട്, മദർ ആൻഡ് ദി ചൈൽഡ്, സാന്താൾ ഗേൾ, ഗോപിനി, വാരിയർ കിങ്, കാറ്റ് ആൻഡ് ദി ലോബ്സ്റ്റർ. അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രമാണ് ഭാരത് മാത. കൽക്കട്ടയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോറാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് പ്രാദേശിക ചിത്രകല വികസിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ചിത്രകല നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ മാർക്ക് നമുക്ക് ഉറപ്പാണ്, സംശയം വേണ്ട. നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട ചിത്രീകരിച്ചത് നന്ദലാൽ ബോസാണ്. പ്രശസ്തമായ ചിത്രങ്ങൾ: ഗ്രാമീണ ചെണ്ടക്കാരൻ, മറന്നുപോകല്ലേ, ഗാന്ധാരിൻ ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമയുടെ തപസ്യ, കാളകൂട വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വിഹാരം, പിന്നെ ദണ്ഡി മാർച്ചും. എം.എഫ്. ഹുസൈൻ, വിശേഷണം ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നു. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഹുസൈനാണ്. നഗ്നയായ ദ്രൗപദി, മദർ തെരേസ,
ഗജഗാമിനി, മദർ ഇന്ത്യ, ശിവൻ നടരാജ്, വിശ്വാമിത്ര എന്നിവയാണ് പ്രശസ്തമായ എം എഫ് ഹുസൈന്റെ ചിത്രങ്ങൾ. 2010 ഇന്ത്യൻ പൗരത്വം വെടിഞ്ഞ ഖത്തർ പൗരത്വം സ്വീകരിച്ചു. ലണ്ടനിൽ വെച്ച് മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ബ്രൂഗൂഡിലാണ്. ലണ്ടനിലെ ബ്രൂഗൂഡിലാണ്. അമൃത ഷെർഗിൽ ഹംഗറിയിൽ ജനിച്ച ഇന്ത്യൻ ചിത്രകാരി. പ്രശസ്ത ചിത്രങ്ങൾ ഗ്രാമീണ ജീവിതം, ഇൻ ഗ്രീൻ പൂൾസ്, റെഡ് ക്ലേ എലിഫന്റ്, ടു എലിഫന്റ്, എലിഫന്റ് ബാത്തിങ്, സ്റ്റോറി ടെല്ലർ, ഗ്രൂപ്പ് ഓഫ് ത്രീ ഗേൾസ്, വധുവിന്റെ ചമയം, പിന്നെ ബ്രഹ്മചാരി. ജെമിനി റോയ്, കാളഘട്ട്, മദർ ആൻഡ് ദി ചൈൽഡ്, സാന്താൾ ഗേൾ, ഗോപിനി. ഏറ്റവും പ്രാധാന്യം മദർ ആൻഡ് ദി ചൈൽഡ് കേട്ടോ. പിന്നെ വാരിയർ കിങ്, കാറ്റ് ആൻഡ് ദി ലോബ്സ്റ്റർ. അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രമാണ് ഭാരത് മാത. കൽക്കട്ടയിലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ തന്നെ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ വിദ്യാഭ്യാസവും ദേശീയതയും. ദേശീയബോധം വളർത്തുവാനുള്ള പ്രധാന മാർഗമാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പകരം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയപ്രചരണം. നമുക്കറിയാം, നിസ്സഹരണ പ്രസ്ഥാന കാലഘട്ടത്ത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, പാശ്ചാത്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പൗരസ്ത്യ അല്ലെങ്കിൽ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായം ഫോളോ ചെയ്യണമെന്ന്. അതിന്റെ ഭാഗമായിട്ടല്ലേ വിദ്യാപീഠങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഗുജറാത്ത് വിദ്യാപീഠം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ബീഹാർ വിദ്യാപീഠമൊക്കെ അത് ആൾറെഡി പഠിച്ചുകൊണ്ട് അത് വീണ്ടും ഉൾക്കൊള്ളിച്ചിട്ടില്ല. എങ്കിലും ദേശീയബോധം വളർത്തുവാനുള്ള പ്രധാന മാർഗമായി കണക്കാക്കിയത് വിദ്യാഭ്യാസം. എന്ത് വിദ്യാഭ്യാസം? പാശ്ചാത്യ വിദ്യാഭ്യാസമൊന്നും അല്ല, ദേശീയ വിദ്യാലയങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസം. ബംഗാളില് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു, ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാൻ. രവീന്ദ്രനാഥ് ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ചത് 1901-ലാണ്. ശാന്തിനികേതൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല. ശാന്തിനികേതനില് എല്ലാ തരത്തിലുള്ള ശാസ്ത്ര, കല, സാഹിത്യ മേഖലകളുടെ വികസനമാണ് ലക്ഷ്യം വെച്ചത്. ഈ ശാന്തിനികേതനിൽ പ്രവർത്തിച്ചിരുന്ന പ്രശസ്ത ചിത്രകാരനായിരുന്നു നന്ദലാൽ ബോസും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ കേട്ടോ. ശാന്തിനികേതൻ വിദ്യാപീഠത്തിലെ ആൾക്കാരായിരുന്നു. അധ്യാപകനും വിദ്യാർത്ഥികളുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ട തയ്യാറാക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ചിത്രങ്ങൾ രചിക്കുക. അത്രയും പ്രാധാന്യമുണ്ട് ശാന്തിനികേതൻ കേട്ടോ. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ പ്രാദേശികമായി എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അത് കലാപരമായിക്കോട്ടെ, സാഹിത്യപരമായിക്കോട്ടെ, പൗരസ്ത്യ പരമ്പരാഗത വിദ്യാഭ്യാസമായിക്കോട്ടെ, തുടക്കം കുറിച്ച ഒരു ഒരു പ്രസ്ഥാനമായിരുന്നു ശാന്തിനികേതൻ. ശാന്തിനികേതൻ തുടക്കം കുറിച്ചത് 1901. വർഷം PSC ചോദിക്കാറുണ്ട്, മറക്കരുത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഇസ്ലാം മത വിശ്വാസികൾക്ക്, മുസ്ലിം സമുദായങ്ങൾക്ക് മെച്ചപ്പെട്ട ദേശീയ വിദ്യാഭ്യാസം നൽകണമെന്ന ലക്ഷ്യത്തോടു കൂടി ജാമിയ മിലിയ ഇസ്ലാമിയ ആദ്യം ഒരു കോളേജായിട്ട് രൂപീകരിച്ചു, പിന്നീട് സർവകലാശാലയായിട്ട് മാറി. അലിഗഡ് ആസ്ഥാനമാക്കിക്കൊണ്ട് ജാമിയ മിലിയ ഇസ്ലാമിയയ്ക്ക് തുടക്കം കുറിച്ചത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയുമായിരുന്നു. ഈ ഡോക്ടർ സക്കീർ ഹുസൈൻ തന്നെയാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയും, മറക്കരുത്. PSC ചോദിക്കാറുണ്ട്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപക നേതാവായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികളുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്, ദേശീയ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന വിദ്യാലയം അലിഗഡ് ആസ്ഥാനമായി തുടക്കം കുറിച്ചത് മൗലാന മുഹമ്മദ് അലി, സഹോദരൻ ഷൗക്കത്ത് അലി, പിന്നെ ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവർ ചേർന്നു. മറക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ദേശീയബോധം വളർത്തുവാനുള്ള പ്രധാന മാർഗം എന്താണ്? ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നാണ്. ഗുജറാത്ത് വിദ്യാപീഠവും ബീഹാർ വിദ്യാപീഠവും ഒക്കെ ആൾറെഡി പഠിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, നിങ്ങളത്തെ മനസ്സിലുണ്ടാവണം. സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്ത് തുടക്കം കുറിച്ച, നിസ്സഹരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച വിദ്യാപീഠങ്ങൾ. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാലയ്ക്ക് തുടക്കം കുറിച്ച രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ചത് 1901. ജാമിയ മിലിയ ഇസ്ലാമിയ അലിഗഡിൽ ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവർ. വാർധ വിദ്യാഭ്യാസ പദ്ധതി 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. മറ്റ് വിദ്യാഭ്യാസ പദ്ധതികളെ അപേക്ഷിച്ച് എന്താണ് ഇതിന്റെ വ്യത്യാസം? ഇതൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു.
വെക്കേഷണൽ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലിന് ഏതെങ്കിലും ഒരു തൊഴിലിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനരീതി. പഠനം പൂർത്തീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുവാൻ പ്രാപ്തനായിരിക്കണം. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പിൽക്കാലത്ത് ഈ ഒരു വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ഇന്ത്യയിലൊട്ടാകെ തുടക്കം കുറിക്കപ്പെട്ടത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നില്ല. ഗാന്ധിജി മുന്നോട്ട് വെച്ചത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നൽകണമെന്നാണ്. എന്നാൽ പിൽക്കാലത്ത് സെക്കൻഡറി തലത്തില് നമുക്കറിയാം ടെക്നിക്കൽ ഹൈസ്കൂളുകൾ ആരംഭിച്ചു. അതും ഈ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയായിരുന്നു. 1937 അതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. PSC ഈ സെന്റൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെട്ട പേരെങ്ങനെയാണ്? വാർത്താ വിദ്യാഭ്യാസ പദ്ധതി. ഓക്കെ. ഇനി മറ്റൊന്ന്, നയീം താലിം. ഗാന്ധിജി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും ആ വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധിജി തുടക്കം കുറിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് നിവേദനവും സമർപ്പിച്ചു. ഇതേക്കുറിച്ച് പഠിക്കുവാനായിട്ട് 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം വാർധയിൽ ചേരുകയും ഒരു കമ്മിറ്റി നിയമിക്കുകയും ചെയ്തു. ആ നയീം താലിം കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാനായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. അതും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാനില്ല. കൃത്യമായി പഠിക്കുക. നയീം താലിം ഗാന്ധിജി പ്രഖ്യാപിച്ച മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതി. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം. അത് നിർബന്ധിതമായിരിക്കണം. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റി നിയമിച്ചു. അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി നിയമിച്ചതെന്ന് ചോദിച്ചാൽ 1937 വാർധാ പ്രത്യേക സമ്മേളനം. അവിടെ പ്രത്യേക സമ്മേളനം എടുത്തു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, പ്രിയ വിദ്യാർത്ഥികൾ, നമുക്കറിയാം 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ഫൈസിപ്പൂരിലാണെന്ന് എപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട്. ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണെന്ന് നമ്മൾ വീണ്ടും എടുത്തു പറയാറുണ്ട് ഫൈസിപ്പൂർ സമ്മേളനത്തെ. അപ്പൊ ഞാനിവിടെ 1937 വാർത്ത എന്ന് പറയുമ്പോൾ സംശയമുണ്ടാകരുത്. അതൊരു പ്രത്യേക സമ്മേളനമോ വാർഷിക സമ്മേളനമല്ല. വാർഷിക സമ്മേളനം ഫേസ്ബുക്കിൽ തന്നെയാണ് നടക്കുക. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പൊ PSC ചിലപ്പോൾ ചോദിക്കാം, നയീം താലിം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനം 1937 ഇവിടെ വെച്ച് നടന്നു, വാർധയിൽ വെച്ച് നടന്നു. ക്ലിയർ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്. അടുത്തെന്ന് പറയുന്നു പത്രങ്ങളും സ്ഥാപകരും. ഈ ഒരു സ്ലൈഡില് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പത്രങ്ങൾ. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കുറേ നേതാക്കന്മാരെ പഠിച്ചിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ചില പത്രങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ ആനി ബെസന്റ് ആരംഭിച്ച പത്രം, കോമൺവെൽത്ത് അല്ലെ, ന്യൂ ഇന്ത്യ. അതുപോലെ തന്നെ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ, ഹരിജൻ. അതൊന്നും വീണ്ടും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നമ്മൾ പഠിക്കാത്ത മറ്റു ചില പത്രങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവിടെ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് രൂപീകരിക്കപ്പെട്ട പ്രധാന പത്രങ്ങളും അവയുടെ സ്ഥാപകരും. അമൃത് ബസാർ പത്രികയ്ക്ക് തുടക്കം കുറിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നു. അമൃത് ബസാർ പത്രികയ്ക്ക് തുടക്കം കുറിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ എന്ന പത്രത്തിന് തുടക്കം കുറിച്ചത് ഫർദുർജി മർസ്ബാനാണ്. ഇത് SCERT പുസ്തകത്തിലെ അതേ ഡേറ്റയാണ് കേട്ടോ, മറന്നുപോകല്ലേ. ബോംബെ സമാചാർ എന്ന പത്രത്തിന് തുടക്കം കുറിച്ചാരാണ്? ഫർദുർജി മസ്ബാനാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് ബാലഗംഗാധര തിലകൻ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പ്രധാന പത്രങ്ങളും സ്ഥാപകരും. അമൃത് ബസാർ പത്രികയ്ക്ക് തുടക്കം കുറിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ എന്ന പത്രം ആരംഭിച്ചത് ഫർദുർജി മസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത്
ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. 1756 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിത്വമാണ് അല്ലെ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, ബിപിൻ ചന്ദ്രപാലാണ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, ബിപിൻ ചന്ദ്രപാൽ. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ അല്ലെ. പ്രമുഖ പത്രങ്ങളും സ്ഥാപകരും: അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദുർജി മിസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ. വോയിസ് ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചത് ദാദാഭായ് നൗറോജി. സോംപ്രകാശ് ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. അൽ ഹിലാലിന് തുടക്കം കുറിച്ചത് അബ്ദുൽ കലാം ആസാദുമാണ്. ക്ലിയർ ആണേ, സെറ്റാണേ. അപ്പൊ നമ്മൾ പഠിച്ചത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പ്രധാനപ്പെട്ട കല, അതായത് പ്രത്യേകിച്ച് ചിത്രകല, വിദ്യാഭ്യാസം, പിന്നെ പത്രങ്ങൾ. പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? മൊത്തത്തിൽ വളരെ പെട്ടെന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചാട്ട് ചിത്രീകരിച്ചത് നന്ദലാൽ ബോസ് തന്നെയാണ്. ശരിയല്ലേ? ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രം നമ്മൾ നോക്കി. എന്താണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ. പേസ് ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം അതാണ്. പിന്നെ ഗാന്ധാരി ബാൽക്കണി, ശിവപാർവതി, വിമൻ കമ്മിറ്റഡ് സതി, ഉമയുടെ തപസ്യ, കാളയുടെ വിഷം കുടിക്കുന്ന ശിവൻ, രാധയുടെ വികാരം, പിന്നെ ദണ്ഡി മാർച്ചും. ഓക്കെ അല്ലേ? എഫ് ഹുസൈൻ ഇന്ത്യൻ പിക്കാസോ എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്നു. കൂടാതെ നഗ്നപാതനായ ചിത്രകാരനെന്നും. എഫ് ഹുസൈന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ: നഗ്നയായ ദ്രൗപദി, മദർ തെരേസ, ഗജഗാമിനി, മദർ ഇന്ത്യ, ശിവനടരാജ്, വിശ്വാമിത്ര എന്നിവ. 2010 ഖത്തർ പൗരത്വം സ്വീകരിച്ചു. തുടർന്ന് ലണ്ടനിൽ വെച്ച് മരണമടഞ്ഞു. അന്ത്യവിശ്രമ സ്ഥലം ബ്രൂക്ക്വുഡ്, ലണ്ടൻ. അമൃത ഷേർഗിൽ ഹംഗറിയിൽ ജനിച്ച ഇന്ത്യൻ ചിത്രകാരി. പ്രശസ്ത ചിത്രങ്ങൾ: ഗ്രാമീണ ജീവിതം, ഇൻ ഗ്രീൻ പൂൾസ്, റെഡ് ക്ലേ എലിഫന്റ്, ടു എലിഫന്റ്, എലിഫന്റ് ബാത്തിങ്. സ്റ്റോറി ടെല്ലർ, ഗ്രൂപ്പ് ഓഫ് ത്രീ ഗേൾസ്, വധുവിന്റെ സമയം, ബ്രഹ്മചാരി. ജെമിനി റോയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ: കാളികട്ട്, മദർ ആൻഡ് ദി ചൈൽഡ്, അത് ഫോക്കസ് ചെയ്ത് വെക്കുക, സാന്താൾ ഗേൾ, ഗോപിനി, വാരിയർ കിങ്, കാറ്റ് ആൻഡ് ദ ലോബ്സ്റ്റർ. അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ ചിത്രമാണ് ഭാരത് മാത. എന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഭാരത് മാത അത് തന്നെയാണ്. കൽക്കട്ടയിലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ. വിദ്യാഭ്യാസവും ദേശീയതയും. ദേശീയബോധം വളർത്തുവാനുള്ള പ്രധാന മാർഗമാണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് അങ്ങനെ ഒട്ടനവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്താണെങ്കിലും നിസ്സഹരണ പ്രസ്ഥാന കാലഘട്ടത്താണെങ്കിലും. ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ചത് 1901 ഇസ്ലാം മത വിശ്വാസികളുടെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ജാമിയ മിലിയ ഇസ്ലാമിയ ആരംഭിച്ചത് അലിഗഡിൽ. ആരൊക്കെ ചേർന്ന? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, പിന്നെ എം.എ. അൻസാരി. വാർധാ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി 1937 മുന്നോട്ട് വെച്ച ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയാണ്. നയീം താലിം ഗാന്ധിജി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ പദ്ധതി 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും പ്രസ്തുത വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണമെന്നും പറഞ്ഞു. ഈ നയീം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം 1937 വാർധയിൽ വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു കമ്മിറ്റി നിയമിച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈനുമാണ്. പ്രമുഖ പത്രങ്ങളും സ്ഥാപകരും: അമൃത് ബസാർ പത്രിക ആരംഭിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ആരംഭിച്ചത് ഫർദുർജി മിസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ദാദാഭായ് നൗറോജി. സോംപ്രകാശ് ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് അബ്ദുൽ കലാം ആസാദ്. ക്ലിയർ ആണേ? ഓക്കെ. അപ്പോ കൃത്യമായി പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ ബുക്കുകൾ പഠിച്ചു അല്ലെ. ബുക്കുകളും അവരെ എഴുതിയ രചയിതാക്കളും പഠിച്ചു. അത് പ്രാധാന്യത്തോടെ നമുക്ക് വായിച്ചു വെക്കുക. കാണാൻ പഠിക്കാൻ നിൽക്കേണ്ട, 1-2 തവണ വായിച്ചു വെക്കുക. കാരണം ഇതിൽ നിന്ന് 1 മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഈ പുസ്തകങ്ങള്, പത്രങ്ങള്, ഈ ചിത്രങ്ങളൊക്കെ ഏത് പരീക്ഷയ്ക്ക് ചോദിക്കാനും അത് നിങ്ങൾ സ്ഥിരം കാണാറുള്ളതുമാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യത്തോടെ പറയുന്നു. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.